ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വെക്ടർ അക്കാഡമി വേർ ലേണിംഗ് ഗെറ്റ്സ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽക്കഹോളിൻ്റെ വരെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? കാർബോക്സിലിക് ആസിഡിൻ്റെ നെയിമിംഗ് ആണ്. കാർബോക്സിലിക് ആസിഡ് വരുമ്പോൾ ഏത് പ്രത്യയം ചേർക്കും? നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക? അതിന് നെയിം ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ അതായത് COOH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നു. COH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുമ്പം ആ കാർബണെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എണ്ണത്തിൽ പരിഗണിക്കണം. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ആ കോമ്പൗണ്ടിൽ ഒരു കാർബൺ ആണുള്ളത്. അപ്പോൾ ഏതാ വരിക? മെത്താണ് അല്ലെങ്കിൽ മീതാണ് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ ഓയിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വരും? മെഥനോയിക് ആസിഡ് എന്ന് വരും. എന്താണ്? മെഥനോയിക് ആസിഡ് എന്ന് വരും. രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, CH3COOH ആണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഈ ഒരു കാർബൺ, ഇതാ രണ്ടാമതൊരു കാർബൺ, മൊത്തം 2 കാർബൺ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം വരുമ്പോൾ ഏതാ? ഈതാണ്. അപ്പോൾ എന്ത് വരും? അതിൻ്റെ കൂടെ ഓയിക് ആസിഡ് കൂടെ ചേർത്താൽ എന്തായിരിക്കും നെയിം വരിക? എഥനോയിക് ആസിഡ് എന്നാണ് വരിക. ഇവിടെയോ CH3 CH2 COOH മൊത്തം എത്രയാ? 1 2 3 കാർബൺ. അപ്പം 3 വരുമ്പോൾ പ്രൊപ്പാണ്. അപ്പോൾ ഓയിക് ആസിഡ് ചേർത്താൽ എന്ത് വരും? പ്രൊപ്പനോയിക് ആസിഡ് എന്ന് നെയിം വരും. ഇനി ആൽഡിഹൈഡ് വരുമ്പോൾ എന്ത് ചേർക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആൽഡിഹൈഡ് വരുമ്പോൾ ആൽ എന്ന് പറയുന്ന പ്രത്യയമാണ് ചേർക്കേണ്ടത്. ഇവിടെ നോക്കി, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബണും കൂടെ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ മൊത്തം എത്ര കാർബൺ? 1 2 കാർബൺ ആണുള്ളത് അല്ലേ? അപ്പം എന്ത് വരും? ഈതാണ്. ഈത് അതിൻ്റെ കൂടെ ആൽ ചേർത്താൽ ഈതൻ പ്ലസ് ആൽ, എഥനാൽ എന്ന് വരും. എന്താണ്? എഥനാൽ. ഇവിടെയോ CH3 CH2 CHO, മീത് ഈത് പ്രൊപ്പ്. അപ്പം 3 ഉണ്ട്. അപ്പോൾ എന്തായി? പ്രൊപ്പൻ പ്ലസ് ആൽ എന്ത് വരും? പ്രൊപ്പനാൽ എന്നായി കോമ്പൗണ്ടിൻ്റെ പേര്. ഇവിടെയോ 1 2 3 4 മൊത്തം 4 കാർബൺ വന്നിരിക്കുന്നു. 4 വരുമ്പോൾ ഏതാ? ബ്യൂട്ടാണ് അല്ലേ? ബ്യൂട്ടിൻ്റെ കൂടെ ആൽ ചേർത്താൽ ബ്യൂട്ടനാൽ എന്ന് വരും. എന്താണ്? ബ്യൂട്ട് പ്ലസ് ആൽ ചേർത്താൽ എന്ത് വരും? ബ്യൂട്ടനാൽ എന്ന് വരും. ഇനി കീറ്റോൺ വരുമ്പോൾ എന്ത് ചേർക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? കീറ്റോൺ വരുമ്പം ഓൺ എന്ന് പറയുന്ന ONE 1 എന്ന് എഴുതി നമ്മൾ ഓൺ എന്നാണ് വായിക്കുക. ഓൺ എന്ന പ്രത്യയം ചേർത്തിട്ടാണ് പേര് കൊടുക്കുക. ഇവിടെ എത്രയാ? അവിടെയും എന്താണ്? കീറ്റോൺ CO ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിലെ കാർബൺ കൂടി പരിഗണിക്കണം. അപ്പം 3 കാർബൺ ഉണ്ട്. അപ്പോൾ പ്രൊപ്പൻ പിന്നെ ഓൺ കൂടെ ചേർത്താൽ പ്രൊപ്പനോൺ എന്ന് വരും. പ്രൊപ്പനോൺ എന്ന് വരും. ഇനി ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 മൊത്തം 5 കാർബൺ. എത്രാമതാണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്? അതിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്താൽ എത്രാമത് വരും? ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്പർ ചെയ്യാം. ഇവിടെ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്താൽ ഇവിടെ 1 2 3 നാലാമത്തേലാണ് കീറ്റോൺ വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് കൊടുത്താലോ 1 2 രണ്ടാമത്തേൽ കീറ്റോൺ വരും. അപ്പോൾ നമ്മൾ ഏത് നമ്പർ ഇങ്ങനെ എടുക്കേണ്ടത്? ഏത് രീതിയിൽ നമ്പർ ചെയ്താൽ ചെറിയ നമ്പർ ഫങ്ഷണൽ ഗ്രൂപ്പ് കിട്ടുന്നത്? അത് എവിടെ നിന്നാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ മൊത്തം എത്ര കാർബൺ ഉണ്ട്? 5 വരുമ്പം പെൻറ്റൻ. രണ്ടാമത്തേതിൽ ഏത് വന്നിരിക്കുന്നു? കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ പെൻറ്റൻ 2 ഓൺ എന്ന് വരും. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ മൊത്തം 6 ഉണ്ട്. ലെഫ്റ്റിൽ നിന്ന് കൊടുത്താലും റൈറ്റിൽ നിന്ന് കൊടുത്താലും മൂന്നാമത്തതാണ് കീറ്റോൺ. അപ്പോൾ എന്ത് വരും? പെൻറ്റൻ 3 ഓൺ എന്ന് വരും. 5 നടുക്കാണ് വരുന്നത്. അപ്പോൾ